പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ആധുനിക ജീവിത ചിത്രങ്ങൾ, നാം ജീവിക്കുന്ന കാലത്തെ തിരിച്ചറിയാം എന്നതാണ്. ഇന്നത്തെ ലോകത്ത് പല തീരുമാനങ്ങളും വളരെ വേഗത്തിലാണ് എടുക്കപ്പെടുന്നത്. വാക്കുകൾ, വികാരങ്ങൾ, വാഗ്ദാനങ്ങൾ, ബാഹ്യമായ പ്രകടനങ്ങൾ എന്നിവയാൽ നാം സ്വാധീനിക്കപ്പെടുന്നു. താഴെ പറയുന്ന കാര്യങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് നമുക്ക് ചുറ്റും നാം ആവർത്തിച്ച് കാണുന്ന ചില പ്രവണതകളെ നിരീക്ഷിക്കാനാണ്. നമ്മുടെ ഹൃദയം ജ്ഞാനത്തിലും സുരക്ഷിതത്വത്തിലും വളരേണ്ടതിന് കാലത്തിന്റെ ഗതി തിരിച്ചറിയാൻ തിരുവചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. വാക്ചാതുര്യം സ്വഭാവ ഗുണവും. ഒരിക്കൽ ഒരു യുവതി നിസ്സാരമെങ്കിലും അലോസരപ്പെടുത്തുന്ന ഒരു പ്രശ്നത്തിലകപ്പെട്ടു. അവൾ വാങ്ങിയ ഒരു സാധനം തിരിച്ചെടുക്കാനോ പണം തിരികെ നൽകാനോ കടക്കാർ തയ്യാറായില്ല. മറ്റൊരു നഗരത്തിലിരുന്ന് ഫോണിലൂടെ അവളുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവിനോട് അവൾ ഇക്കാര്യം പങ്കുവെച്ചു. അവൻ വളരെ ശാന്തനായി സ്റ്റോർ പ്രതിനിധികളോട് സംസാരിക്കുകയും കാര്യങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അവന്റെ ആത്മവിശ്വാസവും സംസാരിക്കാനുള്ള കഴിവും അവളെ വളരെയധികം ആകർഷിച്ചു. ആ നിമിഷം അവന്റെ ആ സംസാരശേഷി ജീവിതകാലം മുഴുവൻ വിശ്വസിക്കാവുന്ന ഒരു സ്വഭാവ ഗുണമായി അവൾ തെറ്റിദ്ധരിച്ചു. ജ്ഞാനം കൊണ്ട് പരിശോധിക്കപ്പെടാതെ വെറും പ്രകടനങ്ങളിൽ നാം എത്ര വേഗത്തിലാണ് ആകൃഷ്ടരാകുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത്. വരാനിരിക്കുന്ന വാഗ്ദാനങ്ങൾ. മറ്റൊരു സന്ദർഭത്തിൽ ഒരു വർക്ക്ഷോപ്പിൽ കാത്തിരിക്കുമ്പോൾ ഒരു യുവതി താൻ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരാളുമായി തൻ്റെ പ്രതീക്ഷകൾ പങ്കുവച്ചു. പൂർത്തിയാക്കാനിരിക്കുന്ന പഠനത്തെക്കുറിച്ചും തുടങ്ങാനിരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചും കെട്ടിപ്പടുക്കാനിരിക്കുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ചും അയാൾ വാചാലനായി. ആ വാക്കുകൾ വളരെ മനോഹരവും ആത്മാർത്ഥതയുള്ളതുമായി തോന്നി. എന്നാൽ ആ ഭാവിയെല്ലാം വെറും സംസാരത്തിൽ മാത്രമായിരുന്നു. നിലവിലുള്ള സത്യത്തെക്കാൾ ഉപരിയായി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ച് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലെ അപകടം ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആലോചനയോടെ വിചാരങ്ങൾ സ്ഥിരപ്പെടുന്നു. സദൃശ്യവാക്യങ്ങൾ 20:18. വികാരങ്ങളും ആശ്വാസവും. മനസ്സിന് വലിയ വേദനയുണ്ടായ ഒരു സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട വളർത്തുമൃഗത്തെ നഷ്ടപ്പെട്ട ദുഃഖത്തിലിരുന്ന ഒരു യുവതിക്ക് ഒരാൾ ഫോണിലൂടെ ദീർഘനേരം ആശ്വാസം പകർന്നു. ആ കരുണയും കരുതലും ആ സമയത്ത് അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ദുഃഖത്തിന്റെ ആ നിമിഷങ്ങളിൽ ഉണ്ടായ വൈകാരിക അടുപ്പം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പൊരുത്തമാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. എന്നാൽ ഒരു സങ്കടഘട്ടത്തിൽ നൽകുന്ന ആശ്വാസം ഒരാളുടെ ജീവിതകാലം മുഴുവനുള്ള വിശ്വസ്തതയ്ക്ക് തെളിവല്ല എന്ന് നാം തിരിച്ചറിയണം. വൈകാരിക ബന്ധങ്ങൾ എപ്പോഴും പ്രാർത്ഥനയാലും ജ്ഞാനത്താലും നയിക്കപ്പെടണം. സ്വന്തം ഹൃദയത്തിൽ വിശ്വസിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. സദൃശ്യവാക്യങ്ങൾ 28:26. നിശബ്ദമായി വരുന്ന അപകടങ്ങൾ. തിരക്കേറിയ ഒരു വീട്ടിൽ നടന്ന ഒരു സംഭവം. ബഹളങ്ങളും സംസാരങ്ങളും നിറഞ്ഞ ഒരു പ്രഭാതത്തിൽ പ്രായമായ ഒരാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയോട് വളരെ സൗമ്യമായി അവളെ സഹായിക്കാം എന്ന വ്യാജേന ചില കാര്യങ്ങൾ പറഞ്ഞു. ആ വാക്കുകൾ ഉച്ചത്തിലായിരുന്നില്ല, ആരെയും ഭയപ്പെടുത്തുന്നതുമായിരുന്നില്ല, ആരും അത് ശ്രദ്ധിച്ചതുമില്ല. എന്നാൽ ആ വാക്കുകളിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. വിവേചന ബുദ്ധി ഇല്ലാതിരിക്കുമ്പോഴും തിരക്കുകൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോഴും അപകടങ്ങൾ എത്ര നിശബ്ദമായാണ് കടന്നു വരുന്നത് എന്നത് ഇത് വ്യക്തമാക്കുന്നു. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിക്കുവീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു.
1 പത്രോസ് 5:8. ആന്തരിക സമാധാനം. ഒരു വിവാഹാലോചനയുടെ സമയത്ത് ബാഹ്യമായ എല്ലാ കാര്യങ്ങളും അനുകൂലമായിരുന്നു. ആ യുവാവ് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവനും ജോലിയുള്ളവനുമായിരുന്നു. ഫോട്ടോകൾ കൈമാറി, കുടുംബങ്ങൾ സമ്മതമറിയിച്ചു. എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ട യുവതിക്ക് തൻ്റെ ഉള്ളിൽ ഒരു സമാധാനക്കുറവ് തോന്നി. അവൾക്കാരോടും പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ ഉള്ളിൽ ദൈവം നൽകിയ ആ ഒരു തടസ്സം അവൾ തിരിച്ചറിഞ്ഞു. ആ ആലോചന അവിടെ അവസാനിച്ചു. പുറമേ കാണുന്ന തെളിവുകളേക്കാൾ വലുതാണ് ദൈവം ഹൃദയത്തിൽ നൽകുന്ന സമാധാനം എന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. കൊലോസ്യ ലേഖനം 3:15. എന്തുകൊണ്ട് ഈ കഥകൾ പ്രസക്തമാകുന്നു? ഇതൊന്നും ദുഷ്ടരായ ആളുകളുടെ കഥയല്ല, മറിച്ച് അതിവേഗം ഓടുന്ന വികാരങ്ങളാൽ നയിക്കപ്പെടുന്ന ഈ ലോകത്തെ സാധാരണ ജീവിത ചിത്രങ്ങളാണ് ഇവ നമ്മെ പഠിപ്പിക്കുന്നത്. വാക്കുകൾ നമ്മെ സ്വാധീനിച്ചേക്കാം, പക്ഷേ അവ വിശ്വസ്തതയ്ക്ക് തെളിവല്ല. കരുണ കാണിക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ആ വ്യക്തിയുടെ ജീവിതകാല ലക്ഷ്യങ്ങളെ വെളിപ്പെടുത്തണമെന്നില്ല. വാഗ്ദാനങ്ങൾ സത്യമായി തോന്നാം, പക്ഷെ അവയ്ക്ക് യാഥാർത്ഥ്യത്തിൻ്റെ വേരുകളുണ്ടോ എന്ന് പരിശോധിക്കണം. അപകടങ്ങൾ പലപ്പോഴും നിലവിളിച്ചുകൊണ്ടല്ല, മന്ത്രിച്ചുകൊണ്ടാണ് വരുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണം പലപ്പോഴും ആവേശത്തിലൂടെ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഒരു അസ്വസ്ഥതയിലൂടെയാണ് സമാധാനമില്ലായ്മ വെളിപ്പെടുന്നത്. വിവേകമുള്ളവൻ അപകടം കണ്ട് ഒളിച്ചുകൊള്ളുന്നു. അല്പബുദ്ധികളോ മുൻപോട്ട് പോയി ദണ്ഡനം അനുഭവിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 22:3. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി കാണുന്ന ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ബഹളങ്ങളും വാഗ്ദാനങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ശാന്തമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയത്തോടെ അല്ല, മറിച്ച് ജ്ഞാനത്തോടും വിനയത്തോടും കൂടി കാലത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ നാഥ. വികാരങ്ങളാൽ മാത്രം നയിക്കപ്പെടാതെ ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത ഇടങ്ങളിൽ മാറി നിൽക്കാനുള്ള ധൈര്യവും വിവേചനാബുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തീരുമാനങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്നതാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.